അത് നാളെ നമ്മുടെ കൊച്ച് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വാ. പോണെന്ന് എനിക്കും അറിയാടോ, പക്ഷേ വിളിച്ചത് എന്തിനായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിന്നോട് ചോദിക്കുന്നു. ആഹാ, ബിൽഡപ്പ് രാജാവേ, പറയാൻ പറയുമ്പോ ഇത്ര പേരുത്ത് എന്തിനാ ഇങ്ങനെ ഈ ആലോചിച്ച് നിൽക്കുന്നത്? പിന്നെ ഇതിനൊക്കെ ആലോചിക്കണ്ടേ? ശരി, വിട്ടേക്ക്. നിന്നെ വിളിച്ചത് വേസ്റ്റാ. ഞാൻ തന്നെ ഗസ് ചെയ്തോളാം. എന്നാ പറ, കേൾക്കട്ടെ. മോസ്റ്റ്ലി ആ കുട്ടി എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കും. എന്താ കാര്യം? അല്ല, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ദുരാഗ്രഹമാണല്ലോ. ഇതിന്റെ അവസാനം എന്താവെന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. എന്നെ ഇങ്ങനെ ചുമ്മാ കളിയാക്കാൻ നിൽക്കണ്ട. എനിക്കുണ്ടല്ലോ നല്ല സ്ട്രോങ് വിശ്വാസമുണ്ട്. അവൾ എന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാ. ചാലഞ്ച് ചെയ്യാൻ ധൈര്യമുണ്ടോ? അയ്യോ, ഇവന്റെ ഒരു കാര്യം. നിന്റെ ഈ മോന്ത കണ്ടാൽ തന്നെ അവൾക്ക് കലിപ്പാ. അങ്ങനെയുള്ള അവള് വന്ന് നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന നടന്നു തന്നെ. നേരെ വിട്ടു വടക്കോട്ട്. എക്സ്ക്യൂസ് മീ, നിനക്കൊരു കാര്യം അറിയോ? എല്ലാ ലവ് സ്റ്റോറീസും തുടങ്ങുന്നതേ അടിപിടിയെന്നാ. ഞങ്ങളുടെ കാര്യം അങ്ങനെയാ. ഇന്നിപ്പോ ദേ അടിപിടിയാണ്. ഇന്നത്തെ അടിപിടി നാളെ ലവ് മൊമെന്റ്സ് ആയിട്ട് മാറും. നോക്കിക്കോ. ഫൈൻ, ആയിക്കോട്ടെ, നോക്കിക്കളയാം. അല്ല, കളിയാക്കാണോ? എന്നെ തന്നെ കളിയാക്കാണോ നീ? ശരി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ അവളെന്നെ പ്രപ്പോസ് ചെയ്യല്ലോ. അത് കാണാൻ നിന്നെ ഞാൻ ക്ഷണിക്കാം. നീ അപ്പവാ. എണീറ്റ് പോടാ. നിന്നെ പറഞ്ഞു കേട്ടില്ലേ? ഇത്ര പെട്ടെന്ന് പോയാ? അല്ല, ഇവൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ആലോചിക്കുന്നേ? ബാക്കി എല്ലാവരും ഉറങ്ങുകയും ചെയ്തു. ഇത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ചിന്തകൾക്ക് അവൻ തീരെ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റർ വേറെ തന്നെ. അല്ല, ഇവൻ ഇത് ഇത്രയ്ക്കും സീരിയസ് ആയിട്ട് ആലോചിക്കണമെങ്കിൽ ഒന്നുകിൽ പേഴ്സണൽ മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മാറ്റർ. പ്രായപൂർത്തിയായവർക്ക് പേഴ്സണൽ ഉണ്ടാവും, പ്രായപൂർത്തിയാവാത്തവർക്കോ ഫാമിലി ആയിരിക്കും. അതുകൊണ്ട് 100% ഇത് പേഴ്സണൽ. ചോദിച്ചേക്കാം. എന്തു പറ്റി മോനെ? ഈ സമയത്ത് ബെഡ്റൂമിലെ കട്ടിലിൽ വിശാലമായിട്ട് കിടക്കുന്നതിന് പകരം എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്തേ, ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരാത്തോണ്ടല്ലേ മാമ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ. എന്താ മോനെ? അതിന്റെ കാരണം ഞാനും ആലോചിക്കുന്നേ. എന്നിട്ട് കിട്ടിയോ? ഇല്ല മാമ. എങ്കി എനിക്ക് കിട്ടി. ഓ, എന്താ? നിനക്കെന്തോ സംഭവിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ അത് എന്താന്നറിയില്ല. ഈ പ്രായത്തിൽ എന്താ സംഭവിക്ക? മാമ, എനിക്ക് ഈ പ്രായത്തിൽ എന്ത് അനുഭവം ഉള്ളേ? മാമൻ ഈ കാര്യത്തിൽ നല്ല അനുഭവമുള്ളാളല്ലേ? മാമൻ പറ. ഞാൻ ഈ പ്രായത്തില് റെസ്റ്റ് ഇല്ലാതെ എവിടേക്കോ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തേരാ പാര നടക്കുമായിരുന്നു. അങ്ങനെ തേരാ പാര അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുമ്പോഴേ കാണുന്ന എല്ലാത്തിനോടും കൗതുകമായിരുന്നു. ഓ, മാമന്റെ പ്രായത്തില് ഈ കൗതുകം മാത്രം ഉണ്ടായിരുന്നുള്ളോ അതോ വേറെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിരുന്നോ? ഇല്ല മോനെ, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. എന്ത് അൺറൊമാൻറ്റിക് മനുഷ്യനാ മാമ നിങ്ങള്. ഇങ്ങനെ ഒരുത്തിന് സഹിക്കുന്നതിന് എന്റെ മാമിയെ സമ്മതിക്കണം. ഇതെന്താണ് മോനെ എന്റെ ഭാര്യ സംസാരിക്കുമ്പോൾ നീ സംസാരിക്കുന്നത്? അപ്പോ മാമിയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പറയാറുള്ളത്. ചെക്കന്റെ ഒരു കാര്യം. എന്നാ ശരി മാമ, ഞാനെന്തിനാ വെറുതെ ഇവിടെ ഇരുന്ന് സമയം കളയുന്നേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ ജിംബോഡീസ്. നോക്ക്, ഇവിടുത്തെ രാജകുമാരി എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ?
സോ താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ശരി എന്നാ, ബൈ. ഓ, രാജകുമാരി എനിക്ക് വേണ്ടി ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ. അടിപൊളി. ഹേയ് രമേഷ്, സുരേഷ്, അല്ല എന്തിനിങ്ങനെ വഴി മുടക്കി നിൽക്കുന്നേ? കൈവിടുന്നേ, ഞാനൊന്ന് കയറട്ടെ. അയ്യോ, വഴി വിടാൻ പറഞ്ഞിട്ട് പിന്നെയും പിന്നെ എന്റെ വഴിയിൽ എന്തിനിങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നേ? അല്ല സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? ഈ വീടിന്റെ ഏരിയ കണ്ടുപോരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ? മര്യാദയ്ക്ക് പറഞ്ഞാൽ നിന്റെ തല കേറില്ല അല്ലേ? അയ്യോ ദൈവമേ, വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യൻ ഇങ്ങനെ അപമാനിക്കുന്നതാണല്ലോ ഇവരുടെ പരിപാടി. നോക്ക് സുഹൃത്തുക്കളെ, ഞാനെല്ലാം തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. ചുമ്മാ എന്നെ ബ്ലോക്ക് ചെയ്യാതെ ഈ 2 കൈയും വിട്ട് എന്നെ അകത്തേക്ക് വിട്ടാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ. വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നേ? ദേ അടുത്തത്. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വന്ന് ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഒന്ന് നോക്ക് ബ്യൂട്ടിഫുൾ ലേഡി, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എ പവർ ഓഫ് കോമൺ മാൻ. ഞാൻ എന്നെ വിളിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. സോ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് അകത്തേക്ക് കടത്തി വിടാവോ പ്ലീസ്? ആരാ ഇവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏയ് നോ 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 നോ, എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ ലോ ലെവലിലൊന്നും അല്ല. ഏയ് അവിടെ ഒന്നുമില്ല, ഹൈ ലെവലിൽ നിന്ന് വന്നു എന്നാ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളുടെ ബോസ് പ്ലീസ് കം എന്നും പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്തേക്കാ. അതായത് ശിവാനി മാഡം. നുണയാ? നുണ പറയുന്നോ? നിന്നെ കണ്ട കലികയറുന്ന മാഡം നിന്നോട് വരാൻ പറഞ്ഞെന്നോ? അതിലൊരു സംശയം വേണ്ട, വരാൻ പറഞ്ഞിട്ടുണ്ടെന്നേ. നീ ഈ നുണയൊക്കെ പറഞ്ഞ അകത്തോട്ട് കയറ്റി വിടുമെന്നാണോ നിന്റെ വിചാരം? യു പീപ്പിൾ ആർ ഇൻസൾട്ട് മീ. ഇത് ശരിയല്ല കേട്ടോ. നോക്ക്, നോക്കാനല്ലേ വന്നിരിക്കുന്നേ? ഏയ് നിങ്ങളെയല്ല, മേഡത്തിനെ. മേഡം വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? എന്നെ ഇവിടേക്ക് വിളിച്ചത് മാഡം ആണെന്ന് കൺഫേം ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതല്ലേ കാര്യം. ജസ്റ്റ് എ മിനിറ്റ്, വെയിറ്റ് ആൻഡ് വാച്ച്. മാഡം, ശിവാനി മാഡം. ആരാത്? ഞാനായത് പാഗൽ. മുകളിലോട്ട് വാ. നിങ്ങൾ കേട്ടില്ലേ? കേട്ടില്ലേ മാഡം? കേട്ടില്ല. എന്താ പറഞ്ഞ? ഒന്നുകൂടി പറയോ? മുകളിലോട്ട് വാന്ന്. എക്സ്ക്യൂസ് മീ, ടൈ പ്ലീസ്. ആഹാ, ഇതെന്താ രണ്ടുപേരും കൂടി ഒരു സർപ്രൈസ് വിസിറ്റ്? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ. എന്താടാ, എന്താ കാര്യം? എന്താടോ, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വന്നുകൊണ്ടാണോ താൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് മുൻകൂട്ടി അറിയിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അറിയിക്കാതെ വന്നാ ഞാനിവിടെ ഇല്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾ വന്നത് വെറുതെ ആവില്ലേ? എന്താ വിശേഷിച്ച്? ഒന്നുമില്ലടോ, ചുമ്മാ വഴി വന്നപ്പോ കേറിയതാ. നിങ്ങൾ ഒരു കാര്യമില്ലാതെ എന്തായാലും ഇങ്ങോട്ട് വരില്ല. എന്താന്ന് വെച്ചാ പറ. അത് ദിഗ്വിജയ്, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കണമായിരുന്നു. പറഞ്ഞു. സാമ്പ്രാട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഹോ. അവന് നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. എന്താ കാര്യം? ഞാൻ അവനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി? ഇതുവരെയൊന്നുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന അവന്റെ ഉള്ളിലൊരു പേടി, അതാ. അവൻ എന്തെങ്കിലും കാശിന്റെ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാം അവന്. അവന്റെ പ്രശ്നം പണമല്ല. അതല്ലെങ്കിൽ പിന്നെന്താടാ അവന്റെ പ്രശ്നം?
അവന് നാഗമാണിക്യത്തോടാണ് താല്പര്യം. വിശ്വാസത്തിന്റെ മറ്റൊരു പേരാ ദിഗ്വിജയന്റെ കുടുംബം. ഇവിടെ ആരാർക്ക് വാക്കു കൊടുത്താലും അത് തീർച്ചയായും നടന്നിരിക്കും. ആരും അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നെ വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒരു ആവശ്യം വന്നാ എന്നെ കൊണ്ടാവുന്ന പോലെ കൈ അറിഞ്ഞ് ഞാൻ സഹായിച്ചിട്ടില്ലേ? നീയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളത് സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിന്റെ യാതൊരു ആവശ്യവും എനിക്കില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നത് നല്ലതിനല്ല. ഇതിലും വലിയ കാര്യങ്ങൾ ഉണ്ടാവും ഭാവിയിൽ. ഇനി 1 വർഷം കൂടി. അതിനു മുൻപായി ഈ കാര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കരുത്. അവനോടും പറഞ്ഞേക്ക്. നമസ്കാരം മാഡം. എന്താണെന്നറിയില്ല, മാഡത്തിന് എനിക്ക് എപ്പോ കണ്ടാലും മനസ്സിൽ നല്ല സന്തോഷം വരുന്നുണ്ടേ. അല്ല, എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചതേ എന്ത് വിഷയത്തിനാ? എനിക്ക് നിന്റെ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. സഹായത്തിനോ? എന്നെ കൊണ്ടോ? എന്താ മാഡം ഈ പറയുന്നേ? എനിക്ക് ജസ്റ്റ് അറിയാവുന്നവരെ പോലും ഞാൻ വാരിക്കോരി സഹായിക്കാറുണ്ടെന്നേ. ഒരു നിമിഷം ഒന്ന് നിക്കണേ. സോറി, തെറ്റ് പറ്റിപ്പോയി. ഓഹോ, ഇതിപ്പോ എന്തു പറ്റി? പ്ലേറ്റ് നേരെ മറച്ചല്ലോ. അത് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. എന്താ അത്? കനകദുർഗയിലേക്ക് എങ്ങനെ പോകുമെന്ന് ഒന്ന് പറഞ്ഞു തരൂ. എന്ത്? കനകദുർഗയ്ക്കോ? എന്തിനാ? എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ദയവേത് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരൂ. അതിപ്പോ എനിക്കങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് പരിചയമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് പരിചയമുണ്ട്. അതുകൊണ്ട് കേറിക്കോന്നേ, ഞാനും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നേ. അങ്ങനെയുള്ള ഈ ഞാൻ എന്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ടുള്ള സ്പെഷ്യൽ വ്യക്തിക്ക് സഹായം ചെയ്യില്ലെന്നാണോ പറയുന്നേ? അത് നിങ്ങളുടെ നാട്ടിലുള്ള ഒരാളെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതാണ് മാഡം, പേരെന്താണെന്ന് പറഞ്ഞാ മതി. അവന്റെ കുലവും നക്ഷത്രവും ജാതകവും വേണമെങ്കിൽ അവന്റെ വാരിയല് പോലെ മുമ്പിൽ വെതറിയിടും ഞാൻ. അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത്. അതെന്താ മാഡം? അതൊന്നും ചോദിക്കണ്ടെന്ന് പറയാൻ മാത്രം ഞാൻ വേറൊന്നും ചോദിച്ചല്ലോ. വെറും പേര് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അതാണ് ഞാൻ ചോദിക്കരുതെന്ന് പറഞ്ഞത്. പേര് ചോദിക്കാൻ പാടില്ലേ? ഇവൾക്കെന്താ ഭ്രാന്താ? പേരെന്താണെന്നറിയാതെ അവരാരാണെന്നറിയാതെ ഇൻഫർമേഷനൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാ? അതൊക്കെ വിട്. എന്തെങ്കിലും ഒരു ക്ലൂ താ. ഓക്കെ, അയാളൊരാണാണ്. കണ്ടുപിടിക്കാനുള്ള ലിങ്കിന്റെ ആദ്യ പടി മാത്രം റെഡി ആയിട്ടുണ്ട്. ആണാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഞാനൊരാണാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഞാനാണോ? ചാൻസേ ഇല്ല. ശരി,
അങ്ങനെയാണെങ്കിൽ വേറൊരു ക്ലൂ താ മാഡം. അത് കിട്ടോ. വയസ്സ് ഏകദേശം എത്ര ഉണ്ടാവും? ഒരു 50-60 ഉണ്ടാവുമല്ലേ? വയസ്സ് ഇത്തിരി കൂടി പോയോ? എന്നാ കുറച്ച് നോക്കാം. ശേ, ഇനിയിപ്പോ ഏകദേശം ഒരു 80-90 ഉണ്ടാവൂല്ലേ? അയ്യോ, ഇത്ര അങ്ങനെ കൂട്ടി പറയണ്ട. ഇനിയും കുറയ്ക്കണോ? എന്നാ ഒരു 5-6 ഒക്കെ ഉണ്ടാവോ? ഒരു കുഞ്ഞാവ, കൊച്ചിറക്കൻ, അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സെങ്കിലും ഉണ്ടാവോ? ഇല്ല, ഏകദേശം നിന്റെ വയസ്സാന്ന് വിചാരിച്ചോ? എന്റെ വയസ്സോ? അത് തന്നെ. മോനെ തൃശ്ശൂലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നെ തന്നെയാണോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നേ? അങ്ങ് കേറി പ്രപ്പോസ് ചെയ്താലോ? അല്ല, അതിപ്പോ നിങ്ങളുടെ ആരായിട്ട് വരും? ചേട്ടനോ അനിയനോ? അറിയുന്നവനോ അറിയാത്തവനോ? ദുഷ്ടനോ നല്ലവനോ? അതോ ഇനി വല്ല ഫ്രണ്ട്സ് അങ്ങനെ അറിയുന്നതാണോ? ഇത് എന്താ മാഡം ഒന്നും പറയുന്നുമില്ല, എന്നെ ചോദിക്കാനായിട്ട് സമ്മതിക്കുന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോ ചോദ്യാവലിയും കൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നേ. അത് വിട്. അവര് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആണോ? ഞാൻ സ്നേഹിക്കുന്നയാളാ. എന്താ അത് ജ്യൂസാ സാർ. ആർക്ക്? സാറിന് വേണ്ടിട്ടാ. പിന്നെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ കൊണ്ടുവയ്ക്കേ.